തനിക്കെതിരെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പലതരത്തിലുള്ള വിവാദങ്ങളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായാലും മുന്നോട്ട് തന്നെ എന്ന രീതിയിലാണ് രേണു പെരുമാറുന്നത്. ഇപ്പോഴും നെഗറ്റീവ് വഴി ഏറ്റവും കൂടുതൽ ഫേമസ് ആയ കേരളത്തിലെ വ്യക്തികൾ എടുത്ത് നോക്കിയാൽ അത് രേണു തന്നെയായിരിക്കും. എന്നാൽ ഈ അടുത്തിടെ ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ രേണുവിനോട് മാധ്യമക്കാർ ചോദിച്ചതിന് രേണു പറഞ്ഞ മറുപടി വീണ്ടും ഏറെ ചർച്ചയായിരിക്കുകയാണ്. അതായത് തന്നോടൊപ്പം ആർക്കെങ്കിലും ഒന്ന് കറങ്ങാനോ ഒന്ന് മീറ്റ് ചെയ്യാനോ ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അത് ഇനി സാധിക്കുമെന്നാണ് രേണു പറയുന്നത്. തന്നോടൊപ്പം ഒന്ന് കറങ്ങാനോ അല്ലെങ്കിൽ ഒരു ചായ കുടിക്കാനോ കോഫി കുടിക്കാനോ ഒക്കെ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും എന്നെ സമീപിക്കാം. ഞാൻ അവരോടൊപ്പം ജസ്റ്റ് ഒരു മീറ്റിന് വേണ്ടി ചെല്ലും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മീറ്റ് അല്ലെന്നും ഇത് വെറുതെ ഒരു മീറ്റപ്പ് ആണ് എന്നും അങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ മാനേജറിനെ നിങ്ങൾ കോൺടാക്ട് ചെയ്യൂ എന്നാണ് രേണു പറയുന്നത്. ഇത്രയും ഗതികെട്ടവന്മാരൊക്കെ ഈ കേരളത്തിലുണ്ടോ എന്നാണ് പലരും കമന്റിൽ ചോദിക്കുന്നത്. മാത്രമല്ല പട്ടിണി കിടന്നാൽ പോലും രേണുവിനൊപ്പം കറങ്ങാൻ നമുക്ക് ഒരു താല്പര്യമില്ല എന്ന് രേണുവിനെ കളിയാക്കിക്കൊണ്ടും ഒരുപാട് പേർ രംഗത്തെത്തുന്നു. രേണു എന്താണെന്നും രേണുവിന്റെ തനി സ്വഭാവം എന്താണെന്നും ഒക്കെ ഷഫീന ബീവി അടക്കമുള്ളവർ പറഞ്ഞുകൊണ്ടൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് പലരും ഷഫീനയെ വിമർശിച്ചെങ്കിലും ഇന്ന് രേണു കാണിക്കുന്നതും സബ്സ്ക്രിപ്ഷൻ വഴി ഓരോന്ന് ചെയ്തു കൂട്ടുന്നതും ഒക്കെ കാണുമ്പോൾ ഷഫീന പറഞ്ഞത് സത്യമാണ് എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. വളർന്നു വരുന്ന ആ മകനെയെങ്കിലും രേണു ഓർക്കണമായിരുന്നുവെന്നും വളർന്നു കഴിഞ്ഞാൽ ആ മകൻ തന്നെ ഈ അമ്മയുടെ ഓരോ കോപ്രായങ്ങൾ കണ്ട് ലജ്ജിക്കും എന്നുള്ള കമന്റുകളാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്നത്. എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക.